സൈനിക ശക്തിയുടെ ആകാശത്തെ കണ്ണുകളെന്നും അജേയമായ പോരാളികളെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന MQ-9 റീപ്പർ ഡ്രോണുകൾ ഒന്നൊന്നായി തകർക്കപ്പെടുമ്പോൾ പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധചരിത്രം എഴുതപ്പെടുകയാണ്. ഇറാനെതിരായ നീക്കങ്ങൾ വേഗത്തിലും ലളിതമായും പൂർത്തിയാക്കുമെന്ന് പ്രവചിച്ചവർക്ക് മുന്നിൽ ആധുനിക യുദ്ധതന്ത്രങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെ ഏറ്റവും അത്യാധുനികമായ ഡ്രോൺ സാങ്കേതിക വിദ്യയെപ്പോലും നിഷ്പ്രഭമാക്കുന്ന പ്രതിരോധ കരുത്ത് ഇറാൻ പുറത്തെടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇസ്ഫഹാനിലെ ആകാശത്ത് നിന്നും ഉയർന്ന പുകപടലങ്ങൾ. CBS ന്യൂസ് റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ അഭിമാനമായ ഏകദേശം 16 റീപ്പർ ഡ്രോണുകളാണ് ഇതുവരെ സംഘർഷഭൂമിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഇക്കഴിഞ്ഞ വാരം മാത്രം ഇസ്ഫഹാന് സമീപം 2 ഡ്രോണുകൾ വീഴ്ത്തപ്പെട്ടത് സൈനിക വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. കോടികൾ വിലമതിക്കുന്ന അതിനൂതന നിരീക്ഷണ സംവിധാനങ്ങളുള്ള ഈ ഡ്രോണുകൾക്ക് ഇത്ര പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നു? ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണോ? ആകാശയുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പിഴയ്ക്കുന്നുവോ എന്ന ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സംഘർഷം കൂടുതൽ സങ്കീർണവും ഭയാനകവുമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന്റെ രാഷ്ട്രീയ സൈനിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകാമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. MQ-9 റീപ്പർ ഡ്രോണുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ലക്ഷ്യങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും ആവശ്യമായപ്പോൾ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനും ഇവയ്ക്ക് കഴിയും. ദീർഘനേരം വായുവിൽ തുടരാനുള്ള കഴിവ്, രഹസ്യാന്വേഷണ ശേഖരണം, നിരീക്ഷണം, ആക്രമണം എന്നിവയെല്ലാം ഒരുമിച്ച് നിർവഹിക്കാൻ ഇവയെ ഒരു പ്രധാന ആയുധമാക്കുന്നു. എന്നാൽ ഈ ശക്തമായ സാങ്കേതിക വിദ്യകൾ പോലും ആവർത്തിച്ച് വീഴ്ത്തപ്പെടുന്നത് യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഓരോ MQ-9 റീപ്പറിനും ഏകദേശം $30 മില്യൺ ചിലവാകുമെന്ന് കണക്കാക്കുമ്പോൾ ഇതിനകം നഷ്ടപ്പെട്ട ഡ്രോണുകളുടെ ആകെ മൂല്യം ഏകദേശം $500 മില്യൺ, അതായത് ഏകദേശം 4100 കോടി വരെ എത്തുന്നു. ഇതൊരു സാധാരണ സൈനിക നഷ്ടമല്ല, മറിച്ച് യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം എത്രത്തോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. മനുഷ്യജീവിതത്തെ അപകടത്തിലാക്കാതെ യുദ്ധം നടത്താനുള്ള മാർഗമായി കണക്കാക്കപ്പെടുന്ന ഡ്രോണുകൾ പോലും ഉയർന്ന തീവ്രതയുള്ള സംഘർഷങ്ങളിൽ വേഗത്തിൽ നഷ്ടപ്പെടുന്നുവെന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഇറാന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധശേഷികളും ഈ നഷ്ടങ്ങൾക്ക് പ്രധാന കാരണമാകാമെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ഇസ്ഫഹാൻ പോലുള്ള അതീവ സംരക്ഷിത സൈനിക മേഖലകളിൽ അമേരിക്കൻ ഡ്രോണുകൾക്ക് പ്രവർത്തിക്കുന്നത് കൂടുതൽ അപകടകരമാകുകയാണ്. GPS ജാമിംഗ്, മിസൈൽ പ്രതിരോധം, ഇലക്ട്രോണിക് ഇടപെടലുകൾ എന്നിവയുടെ കൂട്ടായ്മ ആകാശത്തെ തന്നെ ഒരു കടുത്ത പോരാട്ട മേഖലയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ നഷ്ടങ്ങൾ വെറും സൈനിക പരാജയത്തിന്റെ സൂചനയല്ല, മറിച്ച് അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ വീണ്ടും വിലയിരുത്തേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. ഡ്രോണുകളെ ആശ്രയിച്ചുള്ള യുദ്ധരീതികൾ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾക്കെതിരെ എത്രത്തോളം ഫലപ്രദമാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സാങ്കേതികവും തന്ത്രപരവുമായ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധരീതികൾക്ക് പരിമിതികൾ ഉണ്ടെന്ന് വ്യക്തമായി തെളിയുന്നു. ഇത് നടക്കുന്നതിനോടൊപ്പം അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളിൽ മറ്റൊരു ശ്രദ്ധേയമായ മാറ്റവും കാണാം. അത്യാധുനികവും വില കൂടിയ സംവിധാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ കൂടുതൽ ലളിതവും ചെലവ് കുറഞ്ഞതുമായ ഒരു പുതിയ സമീപനം അമേരിക്ക സ്വീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് FLM-136 അഥവാ ലൂക്കാസ് എന്നറിയപ്പെടുന്ന ഡ്രോൺ ശ്രദ്ധേയമാകുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനങ്ങൾ ഇറാനിയൻ സംവിധാനങ്ങളിൽ നിന്നുള്ള പഠനവും റിവേഴ്സ് എഞ്ചിനീയറിംഗും വഴി വികസിപ്പിച്ചതാണ്. ഡ്രോണുകളുടെ ടൊയോട്ടോ കൊറോള എന്നറിയപ്പെടുന്ന ലൂക്കാസ് ആധുനിക യുദ്ധത്തിന്റെ പുതിയ തത്വം വ്യക്തമാക്കുന്നു. ചെലവ് കുറഞ്ഞതും വിശ്വസനീയവുമായ സംവിധാനങ്ങൾ. ഓരോ യൂണിറ്റിനും ഏകദേശം $10,000 മുതൽ $55,000 വരെയാണ് ചിലവ്. ഇത് പരമ്പരാഗത അമേരിക്കൻ ആയുധങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറഞ്ഞതാണ്. 6 മണിക്കൂർ വരെ പറക്കാനും 500 മൈലിലധികം ദൂരം സഞ്ചരിക്കാനും കഴിയുന്ന ഈ ഡ്രോണുകൾ ദീർഘദൂരം ആക്രമണങ്ങൾക്കും നിരീക്ഷണത്തിനും ഉപയോഗപ്രദമാണ്. ഇതിലൂടെ കുറച്ച് ചെലവിൽ കൂടുതൽ ദൗത്യങ്ങൾ നടത്താനുള്ള കഴിവ് അമേരിക്കയ്ക്ക് ലഭിക്കുന്നു. എന്നിരുന്നാലും ലൂക്കാസ് പോലുള്ള ഡ്രോണുകൾക്കും പരിമിതികളുണ്ട്. ഇലക്ട്രോണിക് യുദ്ധ പരിസരങ്ങളിൽ, പ്രത്യേകിച്ച് GPS ജാമിംഗ് ശക്തമായ പ്രദേശങ്ങളിൽ ഇവയുടെ കാര്യക്ഷമത കുറയാൻ സാധ്യതയുണ്ട്. അതായത് ലളിതവും ചെലവ് കുറവും ഒരു ശക്തിയാണെങ്കിലും അതിനൊപ്പം പുതിയ വെല്ലുവിളികളും ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ MQ-9 റീപ്പർ ഡ്രോണുകളുടെ നഷ്ടവും ലൂക്കാസ് പോലുള്ള ലളിത ഡ്രോണുകളുടെ ഉയർച്ചയും ഒരേ സമയം സൂചിപ്പിക്കുന്നത് യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഒരിക്കൽ സാങ്കേതിക മേൽക്കോയ്മയിലൂടെ വിജയം ഉറപ്പാക്കാമെന്ന് കരുതിയിരുന്നെങ്കിലും ഇന്നത്തെ യാഥാർത്ഥ്യം അതിനെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ യുദ്ധം ആയുധങ്ങളുടെ ശക്തിയേക്കാൾ കൂടുതൽ അവയെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇത് വെറും ഡ്രോണുകളുടെ കഥയല്ല, ഭാവിയിലെ യുദ്ധങ്ങളുടെ ദിശയെ നിർണ്ണയിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ഇന്നൊരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, സാമ്പത്തികം, സാങ്കേതിക വിദ്യ, രാഷ്ട്രീയം എന്നിവ ചേർന്ന ഒരു ബഹുമുഖ പോരാട്ടമായി അത് മാറിയിരിക്കുകയാണ്. ലോകം ഇപ്പോൾ കാണുന്നത് ഒരു യുദ്ധത്തിന്റെ ഫലമല്ല, മറിച്ച് ഒരു പുതിയ യുദ്ധകാലത്തിന്റെ ജനനമാണ്.